നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ മാവേലിക്കരയിൽ നിന്നും മിനിയാണ്. ത്രിമധുരത്തിലെ സാറിൻ്റെ ശബ്ദത്തിൽ ഭക്തരുടെ അനുഭവങ്ങൾ കേട്ടാണ് കണ്ണനുമായി കൂടുതൽ അടുപ്പമുണ്ടായത്. എൻ്റെ കണ്ണൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഈ ഒരു അനുഭവം ത്രിമധുരത്തിൽ പറയാമെന്ന് കണ്ണന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അനുഭവത്തിലേക്ക് വരാം. ഞാൻ 3 മാസമായി വിദേശത്താണുള്ളത്. എന്നെ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന ഒരു ഉദര രോഗമുണ്ട്. പല മരുന്നുകളും കഴിച്ചെങ്കിലും തൽക്കാലം ശമനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല മരുന്നുകളും എനിക്ക് കഴിക്കാനും പറ്റില്ലായിരുന്നു. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്തേക്ക് വന്നത്. പോരുമ്പോൾ ഡോക്ടറെ കണ്ട് 2 മാസത്തേക്കുള്ള മരുന്നുകൾ വാങ്ങിയിരുന്നു. ആ മരുന്നുകൾ 2 മാസത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ലെന്നും വീണ്ടും അസുഖം ഉണ്ടായാൽ എൻഡോസ്കോപ്പി ചെയ്യാമെന്നും ഡോക്ടർ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ജോലി ശരിയായതുകൊണ്ട് 2 മാസത്തേക്ക് കൂടി വിസ നീട്ടി. കൊണ്ടുവന്ന മരുന്ന് 2 മാസമായില്ല. അതിനു മുൻപ് തന്നെ എനിക്ക് വീണ്ടും വയറിന് അസുഖമായി. ഞാൻ ആകെ വിഷമിച്ചു പോയി സാർ. എനിക്ക് മരുന്നുകളെല്ലാം കഴിക്കാൻ പറ്റില്ല. കൂടെയുള്ളവർക്കും ബുദ്ധിമുട്ടാകും. എല്ലാം ഓർത്ത് കണ്ണനെ വിളിച്ച് ഞാൻ കരഞ്ഞു. കണ്ണാ, എൻ്റെ ഏറ്റവും വലിയ ഡോക്ടർ നീ തന്നെയല്ലേ. നീ വിചാരിച്ചാൽ കഴിയാത്തതായി ഈ ലോകത്ത് എന്തുണ്ട്. എൻ്റെ ഈ രോഗത്തിൽ നിന്നും ശമനം തരണേ. ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞു കൊള്ളാമെന്ന് കണ്ണന് വാക്കുകൊടുത്തു. ഇപ്പോൾ 1 മാസമായി സാർ. മരുന്നൊന്നും കഴിക്കാതെ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ കഴിയുന്നു. ഞാൻ എപ്പോഴും ഹരേ രാമ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കും. ഞാൻ ത്രിമധുരത്തിൽ അംഗമല്ലട്ടോ. അംഗമാവാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കണ്ണൻ സാധിപ്പിച്ചു തരട്ടെ. എൻ്റെ ഈ അനുഭവം വായിക്കണേ സാർ. കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എന്താ കഥ? ഈ ചേച്ചിക്ക് യോഗമുണ്ട് ഈ അനുഭവം വായിക്കാൻ. ഞാൻ ത്രിമധുരത്തിൽ അംഗമല്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഞാൻ അംഗമായിട്ടുള്ളവരുടേതാണ് ഇപ്പം കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടേതും എടുക്കും. എന്തായാലും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഹരേ കൃഷ്ണ.